ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് മന്ത്രി പറഞ്ഞത് കുറച്ച് കടന്നുപോയി എന്നൊരു തോന്നൽ താങ്കൾക്ക് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കുമോ, എന്നാൽ തരാമെന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മുന്നിൽ വണങ്ങി നിന്നാൽ ഞങ്ങൾ അങ്ങോട്ട് തരാം എന്നല്ലേ അതിനർത്ഥം? ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മളെല്ലാവരും മലയാളികളല്ലേ. അപ്പോൾ ഒരു മലയാളികളുടെ കേന്ദ്രമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ പിന്നോക്ക പ്രദേശങ്ങൾക്കാണ് കൂടുതൽ. നീ വേണ്ട, എനിക്കറിയാലോ, ഞാൻ കേട്ടതാണ് ഞാൻ പറയണത്. പിന്നോക്ക പ്രദേശങ്ങൾക്കാണ്, പിന്നോക്ക സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടാവുക. അത് സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റ് വന്ന സമയത്ത് ഇതേപോലത്തെ ചില ചർച്ചയുണ്ടായി. ഒരു മിനിറ്റ്, ഞാൻ കേട്ടതാണ്, സമയം കളയണ്ട, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോളൂ. അദ്ദേഹം ജോർജ് കുര്യൻ പറഞ്ഞ അതാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് ഈ ബജറ്റ്, നിങ്ങളെന്താ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് കേരളത്തിനാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ജോർജ് കുര്യൻ പറഞ്ഞ് കേൾക്കാത്ത ആളുണ്ടെങ്കിൽ ചിലപ്പോൾ സംശയിക്കും. ഒന്നത് കേട്ടിട്ട് നമുക്ക് വരാം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് സ്കൂളില്ല എന്ന് പറയൂ, എന്നാൽ ഞങ്ങൾ തരാം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ല അങ്ങനെ പറയുന്നത്. നിങ്ങൾ അതിന്റെ ഫുൾ ടെക്സ്റ്റ് എടുക്കണം. അതിന്റെ ഫുൾ ടെക്സ്റ്റ് എന്താ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് കിട്ടിയില്ല. അത് നിങ്ങൾ ഞാനൊന്ന് പറയട്ടപ്പാ, എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കില്ല. നമ്മൾ വീണ്ടും വഴക്കുണ്ടാക്കണ്ട, ഒന്ന് പറയട്ടെ. ഞാൻ കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ട് കിട്ടിയില്ല, യുപിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ട് കിട്ടി. ചങ്ങാതി, യു പി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ദരിദ്ര രാഷ്ട്രം, ദരിദ്ര സംസ്ഥാനം. യു പി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ താഴെയുള്ളത്, അല്ലെങ്കിൽ ബീഹാർ വിദ്യാഭ്യാസ മേഖലയിൽ താഴെയുള്ളത്, അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും അവരെ കയറ്റിക്കൊണ്ടുവരാൻ. അതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര ബജറ്റിന്റെ അങ്ങനെയാണ് താങ്കളുടെ ലോജിക്കെങ്കിൽ, താങ്കളുടെയും കേന്ദ്രമന്ത്രിയുടെയും ലോജിക്ക് അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ഇതാ ലോകം ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ ആകപ്പാടെ പ്രശ്നത്തിലായിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ ഒരുപാട് പണത്തിൻ്റെയും മറ്റും ആവശ്യമുണ്ട്, കേന്ദ്രം സഹായിക്കൂ എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടാൽ തരുമെന്നാണല്ലോ നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇപ്പോൾ താങ്കളും ആവർത്തിച്ചത്. ആവശ്യപ്പെടൂ, നിങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ ആവശ്യപ്പെടൂ എന്ന്. ഈ വയനാട്ടിൽ ബുദ്ധിമുട്ടിൽ ആണെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും വയനാടിൻ്റെ പേര് പോലും ഇല്ല ബജറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാലും തരില്ല, ആവശ്യപ്പെട്ടില്ലെങ്കിലും തരില്ല. ഇവർ മെച്ചപ്പെട്ട സംസ്ഥാനമാണെന്ന് പറഞ്ഞാൽ തരില്ല, ഇവർ ദുരിതത്തിൽപ്പെട്ട ഒരു ജില്ലയാണെന്ന് പറഞ്ഞാൽ അതിനും തരില്ല. അതല്ല അതിൻ്റെ ഉത്തരം അതല്ല. കേരള ഹൈക്കോടതി പോയപ്പോൾ കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇവർ കേരള ഹൈക്കോടതി പോയില്ലേ? കേന്ദ്രത്തിന് എന്തെങ്കിലും പറഞ്ഞോ കേരള ഹൈക്കോടതി? നിങ്ങൾ കേന്ദ്രം തന്ന പണം നിങ്ങളെന്താ ചെലവഴിക്കാത്തെന്ന് ചോദിക്കണേ. അപ്പോൾ കേന്ദ്രം തന്നിട്ടില്ല എന്നാണ് പറയണേ. കേന്ദ്രം SDRF വഴി കൊടുത്ത പൈസ ഉണ്ടല്ലോ, ജൂലൈ 31-ന് 145.60 കോടി രൂപ കൊടുത്തില്ലേ? കൊടുത്തോ ഇല്ലയോ? അത് നിങ്ങൾ ചെലവഴിച്ചോ? അവിടെ നിങ്ങൾ ചെലവഴിച്ചെങ്കിൽ എന്തിന് ചെലവഴിച്ചു എന്ന് പറയാം. ഇനി ഒക്ടോബർ 1-ന് വീണ്ടും 145 കൊടുത്തില്ലേ? അത് കൊടുത്തതൊക്കെ SDRF-ലാണ്. അതുകൊണ്ട് അത് തൊടാൻ പാടില്ല. SDRF എന്താ? പ്രകൃതി ദുരന്തമുണ്ടായാൽ ചെലവാക്കേണ്ടതാണ്. അപ്പം അതിന് മറുപടി അത് തിരുവനന്തപുരത്ത് പ്രകൃതി ദുരന്തമുണ്ടായാലോ, കൊല്ലത്ത് ദുരന്തമുണ്ടായാലോ, എറണാകുളത്ത് ദുരന്തമുണ്ടായാലോ, അത് ദുരന്തം ഉണ്ടാകുമ്പോഴല്ലേ അതപ്പം നമുക്ക് നോക്കാം. ഇപ്പം ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇവിടെ കിടക്കുന്ന 782.99 കോടി രൂപ SDRF ഫണ്ടിൽ കിടപ്പുണ്ടോ ഇല്ലയോ അത് പറ. 394 കോടി രൂപ മാർച്ചിൽ ബാക്കിയുണ്ട്. ജൂലൈയിലും ഒക്ടോബറിലുമായിട്ട് 145 + 145 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തത്? എൻ്റെ ചോദ്യം അതാണ്. ഈ 782.99 കോടി രൂപ SDRF-ൽ ഈ കേന്ദ്രം കൊടുത്തത് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് തികഞ്ഞില്ല. അന്തസ്സുണ്ട്. അത് മൂപ്പര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയില്ല. ഗോപാലകൃഷ്ണൻ, ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നെക്കൊണ്ട് ഹൈക്കോടതി അങ്ങനെ ചോദിച്ചു, ഹൈക്കോടതി ഇങ്ങനെ ചോദിച്ചു. ഹൈക്കോടതി ചോദിച്ച രണ്ട് കാര്യമാണ്. കമ്മിറ്റഡ് ആയി ഈ കേന്ദ്രത്തിന്റെ വിഹിതമായി കിട്ടിയ 145 കോടി രൂപ വീതം 2 തവണ. അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടിയ തുക
ആ തുകയിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള തുക എത്രയുണ്ട്? അതായത് 14 ജില്ലകളിലും വിവിധ പ്രകൃതി ദുരന്തം, കൃഷി വകുപ്പ്, ക്ഷീരവകുപ്പ്, ഓരോ കളക്ടറേറ്റിൽ നിന്ന് അത്തരത്തിൽ കൊടുക്കേണ്ട തുക എത്രയുണ്ട് എന്നുള്ള കണക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. ആ സമയത്തും ഹൈക്കോടതി എന്താ പറഞ്ഞേ? ഈ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? എന്തെങ്കിലും കേരളത്തിന് കൊടുക്കൂ എന്നതാണ് പറഞ്ഞത്. അങ്ങനെ കൃത്യമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള തുകയുടെ കണക്ക് കൊടുത്തപ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുകയും ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്, ഈ പ്രകൃതി ദുരന്തത്തിന്റെ സമയത്ത് ഹെലികോപ്റ്റർ വന്ന് നമ്മുടെ പാവങ്ങളെ രക്ഷിച്ചതിന്റെ കൂലി ചോദിച്ചുകൊണ്ട് 245 കോടി രൂപ, അതോ കഴിഞ്ഞ 20 വർഷമായി ഇത്തരം പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴൊക്കെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ ബില്ല് എല്ലാം കൂടി കണക്ക് കൂട്ടി അങ്ങ് തന്നു. ആ ബില്ല് ഇപ്പൊ ഈടാക്കുന്നത് മര്യാദയാണോ കേന്ദ്രമേ എന്നല്ലേ ഹൈക്കോടതി ചോദിച്ചത്? അത് ചോദിച്ച് അവസാനം കേന്ദ്രത്തിന് അത് പിൻവലിച്ച് തൽക്കാലം ഞങ്ങൾ അത് ഈടാക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം. ഇത്തരത്തിൽ മര്യാദകേട് വന്നപ്പോ സുവോമോട്ടോ കേസിൽ ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതി. അല്ലാതെ ഒരു തരത്തിലും നിങ്ങൾ അക്കൗണ്ടിൽ കിടന്ന പണം ചെലവഴിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടില്ല. കാരണം ഇത് 14 ജില്ലകളിലും വിവിധ പ്രകൃതി ദുരന്തങ്ങൾ പല രൂപത്തിൽ, വരൾച്ചയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായപ്പോൾ അതിനായി കിട്ടിയ അപേക്ഷകൾ പരിശോധിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള തുക, ആ തുക എങ്ങനെ വയനാട്ടിന് വേണ്ടി വിനിയോഗിക്കും? ഇപ്പോഴും ഞാൻ പറയുന്നു, വയനാടിന് വേണ്ടി നയാ പൈസ ഈ പ്രകൃതി ദുരന്തത്തിന് ശേഷം കഴിഞ്ഞ 6.5 മാസമായി കേരളത്തിന് തന്നു എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ തെളിയിച്ചാൽ ഈ ചർച്ച അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ പോകാം. എൻ്റെ കയ്യിൽ കൃത്യമായി കേന്ദ്രം തന്നെ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട് ഹൈക്കോടതിയിൽ. ആ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്, വയനാട് പാക്കേജ് എന്ന രൂപത്തിൽ ഒരു പണവും കിട്ടിയിട്ടില്ല. ആ പണം 2 തവണ കിട്ടിയ തുക അത് ഒരു വർഷത്തിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള പണമാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന എത്ര നടത്തിയാലും ഈ ബജറ്റിൽ പോലും വയനാട് എന്നൊരു വാക്ക് ഉച്ചരിക്കാത്തവർ കേരളത്തിലെ ജനതയുടെ മാപ്പ് പറയണം. അതുപോലെ കേന്ദ്രമന്ത്രി വന്ന പ്രസ്താവന, ആ പ്രസ്താവന പ്രകാരം സ്വയം ഞങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്താ പറഞ്ഞത്? പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കണം. നിങ്ങൾ എത്ര ആഹ്വാനം ചെയ്താലും എത്ര അപമാനിച്ചാലും പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ മുന്നോക്കം തന്നെയാണ്. നിങ്ങൾ വച്ച സാമ്പത്തിക സർവേയിൽ കേരളമാണ് ഒന്നാമത്. നമ്മുടെ പ്രാദേശിക ഗവൺമെന്റുകളായ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയിലും ഈ രാജ്യത്തിന് മാതൃകയായി പോകുന്ന സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിന്റെ മോഡൽ ലോകം മുഴുവൻ ഒപ്പിയെടുക്കുമ്പോൾ നിങ്ങൾ പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ച് ഞങ്ങളുടെ കാല് പിടിച്ച നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ 100 രൂപ കേരളം ചെലവഴിക്കുമ്പോൾ 63 രൂപയും സ്വയം കണ്ടെത്തുന്ന സംസ്ഥാനമാണ് കേരളം. ദേശീയ ശരാശരിയിൽ അത് വളരെ വലുതാണ്. ഒന്ന് ആലോചിക്കുക, 100 രൂപ കേരളം ചെലവാക്കുമ്പോൾ 63 രൂപ സ്വയം കണ്ടെത്തുക. ഇനിയും മുന്നോട്ട് പോകും, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.